നമസ്കാരം. പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭൗതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകൻ പൂജനീയ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ നാമകരണം അനുവദിക്കില്ല എന്ന തരത്തിൽ ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പാലക്കാട് വന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, പാലക്കാട് നഗരസഭയിലുള്ളത് ശ്രീ പിണറായി വിജയന്റെ സാമന്ത സർക്കാരല്ല. ഇത്തരം തെട്ടൂരങ്ങളൊക്കെ അങ്ങ് കയ്യിൽ മടക്കി വെച്ചാൽ മതി. പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയാണ്. 1992 പഞ്ചായത്ത് രാജ് ആക്ട്, ഭരണഘടനയുടെ 74 ഭേദഗതി പ്രകാരം രൂപീകൃതമായിട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ടും അതിനെ തുടർന്ന് 1994 മുനിസിപ്പൽ ആക്ട് പ്രകാരമാണ് ഭരണം നടത്തുന്ന ഒരു ഭരണസമിതിയാണ് പാലക്കാട് ഭരിക്കുന്നത്. അല്ലാതെ CPMന്റെ സാമന്ത സർക്കാരല്ല ഇത്തരം തിട്ടൂരങ്ങൾ ഇറക്കാൻ. നിങ്ങൾ 1988-93 കാലത്ത് സാക്ഷാൽ EK നായനാർ, ഏറമ്പാല കൃഷ്ണൻ നായനാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട റോഡിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കേവലം 6 അംഗങ്ങൾ മാത്രമുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ പൂജനീയ ഡോക്ടർജിയുടെ നാമകരണം നടത്തിയിട്ടുണ്ട്. ആ ഞങ്ങളോടാണ് നിങ്ങൾ ഇത്തരം വെല്ലുവിളികളുമായിട്ട് വരുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നിയമപരമായി നേരിടുമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി പറയുന്നത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നത്? ഭരണഘടനയുടെ 74 ഭേദഗതി പ്രകാരം സ്വയംഭരണാവകാശമുള്ള ഒരു ഭരണസമിതിയാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്. ഇവിടെ നിയമപരമായി നേരിടണമെങ്കിൽ നിങ്ങൾ BJP കൊണ്ടുവരുന്ന നാമകരണ പ്രമേയത്തെ എതിർക്കാനുള്ള അംഗസംഖ്യ ഈ ഭരണസമിതിയിൽ ഉണ്ടാകണം. 52 അംഗങ്ങളുള്ള പാലക്കാട് നഗരസഭയിൽ CPMന്റെയും LDFന്റെയും എല്ലാം അംഗസംഖ്യ എത്രയെന്ന് അറിയുമോ? ഒരു മുന്നണിക്കുള്ള അംഗസംഖ്യ കേവലം 6 പേർ മാത്രമാണ് പാലക്കാട് നഗരസഭയിൽ നിങ്ങൾക്കുള്ളത്. ഒന്ന് ഉച്ചത്തിൽ ഇൻക്ലാബ് വിളിക്കാൻ പോലും ശേഷിയില്ലാത്ത, സ്വന്തം പാർട്ടി ചിഹ്നത്തിലല്ലാതെ ആപ്പിളിലും സൈക്കിളിലും വിമാന ചിഹ്നത്തിലും എല്ലാം മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ള 6 പേര് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം വെല്ലുവിളികൾ പാലക്കാട് നഗരസഭയ്ക്കെതിരെ ഉയർത്തുന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒരു വകുപ്പുണ്ട്, മുനിസിപ്പൽ ആക്ടിലെ 57 ചട്ടപ്രകാരം സംസ്ഥാന സർക്കാരിന് നഗരസഭ പാസാക്കുന്ന പ്രമേയങ്ങളെ നിർത്തിവെക്കുവാനോ റദ്ദാക്കാനുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ പ്രയോഗിക്കാൻ ഈ നാമകരണത്തിൽ എന്ത് പ്രശ്നമാണുള്ളത്? ഭരണഘടന അനുവദിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാമകരണം. ആ വകുപ്പ് പ്രകാരം ഒരിക്കലും സംസ്ഥാന സർക്കാരിന് ഈ നാമകരണത്തെ തടയുവാനോ എതിർക്കുവാനോ സാധിക്കില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അഥവാ അങ്ങനെ തടഞ്ഞാലും ഈ സംസ്ഥാനത്ത് ഈ മുനിസിപ്പൽ ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള തദ്ദേശ ഓംബുഡ്സ്മാനും ട്രിബ്യൂണലും കോടതികളുമെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ നാമകരണവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നിയമപരമായി തടയുമെന്നൊരു വെല്ലുവിളിയൊന്നും പാലക്കാട് നഗരസഭയ്ക്ക് വേണ്ട. അത്യാവശ്യം ഈ രാജ്യത്തുള്ള നിയമങ്ങളെക്കുറിച്ചും മറ്റുമെല്ലാം ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കെതിരെ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന CPM ആണ് ഒരു തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഇത്തരം ഒരു ഭീഷണി ഉയർത്തുന്നത് എന്ന കാര്യം വളരെ കൗതുകകരമാണ്. ഇവരെന്തെല്ലാം ജൽപ്പനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പാർലമെന്റ് പാസാക്കിയിട്ടുള്ള CAA നിയമം നടപ്പിലാക്കില്ല, വഖഫ് നിയമം നടപ്പിലാക്കില്ല തുടങ്ങിയ എത്ര വെല്ലുവിളികൾ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. CAA നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വെല്ലുവിളി നടത്തിയ പിണറായി വിജയൻ സർക്കാരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി വിദേശ പൗരന്മാരെ അനധികൃത കുടിയേറ്റത്തിലൂടെ ഈ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന വിദേശ പൗരന്മാരെ താമസിപ്പിക്കാനുള്ള ഡിറ്റൻഷൻ സെന്റർ കൊല്ലത്തെ കൊട്ടിയത്തിൽ ആദ്യം ആരംഭിച്ചത് കേരള സർക്കാരാണ്. CAA ആദ്യമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കേരള സർക്കാരാണ്. അതുകൊണ്ട് അത്തരം വെല്ലുവിളികളൊന്നും വേണ്ട എന്നാണ് LDFനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞത് രാഷ്ട്രീയമായി നേരിടുമെന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അവകാശപ്പെടാൻ CPMന് എന്താണുള്ളത്? രാഷ്ട്രീയമായി നേടാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയും എന്ത് ചരിത്ര പശ്ചാത്തലമാണുള്ളത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷ് വശം ചേർന്നുകൊണ്ട് ഒറ്റുകൊടുത്ത പാരമ്പര്യമല്ലേ നിങ്ങളുടെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മറ്റും ബ്രിട്ടീഷ്
ഭരണത്തിന്റെ തണലിലാണ് റഷ്യ നിലകൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റുകളുടെ പൃഥുഭൂമി റഷ്യയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത് തന്നെ റഷ്യയിലെ താഷ്കണ്ടിൽ വെച്ചാണ്. അതുകൊണ്ട് റഷ്യയുടെ പക്ഷം എപ്പോഴും വാദിച്ചിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്ത ചരിത്രം ഇന്ത്യൻ ജനാധിപത്യം ഏറെ ചർച്ച ചെയ്തതാണ്. അതിന്റെ ചരിത്ര രേഖകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. മഹാത്മാഗാന്ധിജിയെ വാർത്തയിലെ കള്ളദൈവം എന്ന് വിശേഷിപ്പിച്ചു, ബൂഷ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്ത, ഇന്ത്യയുടെ ശാസ്ത്രവീര്യം തെളിയിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങൾ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്ന് അധിക്ഷേപിച്ചിട്ടില്ലേ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1956 പാലക്കാട് സമ്മേളനം വരെ ആ സ്വാതന്ത്ര്യം അംഗീകരിക്കാതെ ആ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എക്കാലവും പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ നടപടിയെ ചോദ്യം ചെയ്യാൻ എന്ത് രാഷ്ട്രീയ അവകാശമാണുള്ളത്? മറ്റൊരു കാര്യം, ധാർമ്മികമായി ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ത് ധാർമ്മികതയാണ്? നാം കണ്ടതാണ് കേരളത്തിലെ പ്രമാദമായ കൊലക്കേസുകൾ. ആ കൊലക്കേസിലെ പ്രതികളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ക്ഷേത്രോത്സവങ്ങളിൽ വരെ അവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പതാകകളുമായി പ്രകടനം നടത്തുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് ധാർമ്മികമായി ചോദ്യം ചെയ്യുമെന്ന്. കേരളത്തിലെ പൊതുനിരത്തുകൾ കയ്യേറിക്കൊണ്ട്, കേരളത്തിലെ പൊതു സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് കുറ്റവാളികൾക്ക് വേണ്ടി സ്മാരകങ്ങളും രക്തസാക്ഷി മണ്ഡപങ്ങളും പണിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ധീര ദേശാഭിമാനിയുടെ പേരിൽ ഉയർന്നു വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉയർന്നു വരുന്ന ഒരു സ്ഥാപനത്തെ ധാർമ്മികമായി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത്. ഒരു ക്ഷേത്രോത്സവത്തിൽ വരെ നിങ്ങൾ പാർട്ടിയുടെ രക്തസാക്ഷി ഗാനങ്ങൾ ആലപിച്ച കാര്യങ്ങൾ കേരളം കണ്ടതാണ്. അതുകൊണ്ട് നിയമപരമായി ചോദ്യം ചെയ്യും, രാഷ്ട്രീയമായി ചോദ്യം ചെയ്യും, ധാർമ്മികമായി ചോദ്യം ചെയ്യും എന്ന ജൽപ്പനങ്ങളൊന്നും പാലക്കാട് വേണ്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് ആർജവമുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അകലെയല്ല. നിങ്ങൾ ജനാധിപത്യ രീതിയിൽ പാലക്കാട് നഗരസഭയിൽ ഒരു 2 അക്കം തികയ്ക്ക്, എന്നിട്ട് വന്നിട്ട് ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ക്യാമറ ചാനലുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇതിനെ തടയും, നിയമപരമായി നേരിടുമെന്നൊക്കെയുള്ള വീരവാദങ്ങളൊന്നും വേണ്ട. പാലക്കാട് നഗരസഭയിൽ 28 അംഗങ്ങളുമായി ഞങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഭരിക്കാനുള്ള ഒരു ജനസമ്മതം ജനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ BJP തീരുമാനിച്ച ആ തീരുമാനവുമായി മുന്നോട്ടു പോകും. അതിനെ തടുക്കുവാൻ ഒരു സർക്കാരിനും സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. BJPയുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്.